കെടാത്ത കനലുകൾ. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ദ്വീപിലെ ശ്രീ അബൂബക്കർ തിരുവത്തപുരയാണ്. ദീർഘകാലം ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്ത അദ്ദേഹം ഫിഷറീസ് ഓഫീസറായിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത്. ഏതാണ്ട് 79 വയസ്സോളം പ്രായമുള്ള അദ്ദേഹം ലക്ഷദ്വീപിലും വൻകരയിലുമായി വിദ്യാഭ്യാസം നേടി. വിദ്യാസമ്പന്നനും പൊതുപ്രവർത്തകനുമായ അദ്ദേഹം ഇപ്പോൾ ജന്മനാടായ കവരത്തിയിൽ വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കുമായി ഇന്ന് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും. ನನ್ನ പേര് അബൂബക്കർ TP തിരുവത്തൂർ എന്നാണ് എന്നാ വീട്ടിലെ പേര്. ഞാൻ കവരത്തി തന്നെ ജനിച്ച് കവരത്തി തന്നെ വളർന്ന് പഠിച്ച മാത്രം കോളേജ് എഡ്യൂക്കേഷൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നടന്നത്. അത് കഴിഞ്ഞ് അവിടെ വന്ന് കൂടുതൽ താമസം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസിൽ ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പ്രൊമോഷനെല്ലാം കിട്ടി. 2006 റിട്ടയർഡ് ആകുമ്പോഴേക്കും ഫിഷറീസ് ഓഫീസറായിട്ടാണ് ഞാൻ റിട്ടയർമെൻ്റ് ആയത്. ആ റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഇടയിൽ ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യത്തിന് വേണ്ടി 2-3 പ്രാവശ്യം ആന്തമാനത്തിൽ പോയി ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ബോട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളതായ ആഞ്ഞലിത്തടി അവിടെ നിന്ന് കളക്ട് ചെയ്ത് കവരത്തി കൊണ്ടുതന്നെ അൺലോഡ് ചെയ്യിച്ച് അതിവിടെ തന്നെ നമ്മളെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മില്ലിൽ അറുത്ത് നമ്മൾ ബോട്ടുണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അതിനുള്ള മെച്ചം എന്ന് വെച്ചാൽ ഒരു ബോട്ട് കേരളത്തിൻ്റെ മരം മേടിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടിമ്പർ കോസ്റ്റിൽ തന്നെ ഒരു 40,000-50,000 ഉറുപ്പ്യ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അത് അത്രയും ബെനിഫിറ്റ് നമ്മൾ ഫിഷർമാൻമാർക്ക് അനുഭവിക്കാൻ കിട്ടിയതിന്. അത് അന്നുണ്ടായിരുന്ന ഡയറക്ടർ ജോർജ് വർഗീസാണ് അതിന് പ്ലാൻ ചെയ്തതും. അങ്ങനെ ആ നിലക്കാണ് അവസാനം അന്തമാനക്ക് തന്നെയും അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ മേസിലുണ്ടായിരുന്നത് ബോട്ട് ബിൽഡിംഗ് യാർഡിൽ കുന്നേൽ മുഹമ്മദ് എന്ന ആൾ, അയാൾ മരിച്ചു കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയി. എന്നിട്ട് ആ ടിമ്പറെല്ലാം അന്തമാൻ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ ടിമ്പർ സെലക്ട് ചെയ്ത്, പക്ഷേ മൺസൂൺ ആയതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയാതെ നിർത്തിയിട്ട് വന്ന് പിന്നെ രണ്ടാമത് സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം അതിനെ ലോഡ് ചെയ്യാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ രാഘവൻ ഉണ്ടായിരുന്നു. രാഘവനും ഞാനും പോയി രണ്ടാമതും അത്രയും ടിമ്പർ ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് ആണ് ഞങ്ങൾ ബോട്ടുണ്ടാക്കി കൊടുത്തത്. പിന്നെ 93 രണ്ടാമതും ഒരു പ്രാവശ്യം ഇതേ ആവശ്യത്തിനും ഞാൻ ഡെപ്യൂട്ട് ചെയ്ത് ഞങ്ങൾ അന്തമാനിൽ പോയി. അതും ഹഡ്ബേ മീൻസ് ലിറ്റിൽ അന്തമാനിലാണ് ഞങ്ങൾ ഈ ടിമ്പറെല്ലാം സെലക്ട് ചെയ്തതും പിടിച്ചതും. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അന്തമാനിൽ പോകുന്ന സമയത്ത് ബൈ ചാൻസിന് സൈസായി വന്ന ഡെപ്യൂട്ടി ഹോം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. അദ്ദേഹം അവിടെ എത്തിയിരുന്ന് അന്ന് അദ്ദേഹം എന്നെ എത്തിയതുകൊണ്ട് അയാൾക്ക് വളരെയധികം ഉപകാരപ്രദമായി കിട്ടിയ കാരണം വെച്ചാൽ അവിടുത്തെ അന്നുണ്ടായിരുന്ന LG മക്കം ബഷുവത്തവരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കാണാനും പിന്നെ അതേ സമയത്ത് സൈസാവെന്ന് നന്ദി ഗഫ്സാലിയും രണ്ടുപേരെയും ഞാൻ അവിടെ ചൊല്ല് നിങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ അവിടെ കയറിക്കോ, തങ്ങൾ കാർണിക്കോബാറിൽ ക്യാമ്പൽ ബിയിലും പോകണ്ട അങ്ങനെ കയറിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കയറിക്കൊണ്ട് പോയി. എന്നിട്ട് കാർണിക്കോബാറിലാണ് അന്ന് വൈകുന്നേരം വന്ന് ഞങ്ങൾ അവിടെ ഹോൾട്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ അന്ന് മരത്തിനും പോയി ഒരു 5 മാസത്തോളം 4 മാസത്തോളം കഴിപ്പോയാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിമ്പർ കിട്ടാതെ കൊണ്ട് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവിടെ പോയതിന് ശേഷമാണ് ഫിഷാബി വെച്ചെന്നും വന്നത്. എന്തായാലും ഇന്നുപോലെ വന്ന് ഞങ്ങൾക്ക് ഇതുവരെയും സാധനം കിട്ടാത്തത് കൊണ്ട് പോകാൻ കഴിയാതെ നിൽക്കേണ്ടതുണ്ട്. ആ കാരണത്തുമാണ് ഞങ്ങളെ അവിടുത്തെ BSF ഫ്ലൈറ്റ് കയറിക്കൊള്ളാൻ ചൊല്ലി. എന്നിട്ടാണ് കാർണിക്കോബാർ വെച്ചാണ്ട് പോയി വൈകുന്നേരം ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യവും ഇതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം അന്നത്തെ LGയോട് സംസാരിച്ച്. അപ്പോൾ LG പറഞ്ഞ് അത് കുഴപ്പമില്ല, താൻ ഉടനെ സോൾവ് ചെയ്ത് തരാൻ പറഞ്ഞ്. പിന്നെ അവിടെ വന്ന് തിരിച്ച് വന്ന് പോർട്ട് ബ്ലെയറിൽ വന്ന് സൈസായി വർത്തിച്ച് ഡൽഹിക്ക് പോയിപ്പോയി. പക്ഷേ LGയോട് വർത്തകം പറഞ്ഞ് ഇത് ലക്ഷദ്വീപ് കൊണ്ട് വന്നതാണ്, തൻ്റെ ആൾക്കാരിലാണ്, അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞ് അവിടെ മുമ്പിൽ വെച്ചിട്ട് ലാസ്റ്റ് പ്ലെയിൻ കയറുന്ന സമയത്തും
അത് പറഞ്ഞു കിട്ടിയവണെങ്കിൽ വളരെ ഉപകാരമായി കിട്ടി. അതോടുകൂടി പിന്നെ വിത്തിൻ ഒരു 20-25 ഡേയ്സിൽ ഞങ്ങളെ മരങ്ങളിലും വേണ്ടിയുള്ള മരങ്ങളെ കാണിച്ച് തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ പിന്നെ രണ്ടാമതും നമ്മൾ അവിടെയുള്ള തന്നെ ഹിലൻഗോ എന്ന് പറഞ്ഞ കമ്പനിക്കാരുള്ളൊരു കപ്പലായിരുന്നു അന്ന് ചാർട്ട് ചെയ്തത്. ചാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ കൊട്ടേഷൻ വിളിച്ച് അവരായിരുന്നു ഏറ്റവും ലോവസ്റ്റ് റേറ്റ് വോട്ട് ചെയ്തത്. അത് അവിടെ നിന്ന് ലോഡ് ചെയ്ത് നമ്മളെ ശ്രീലങ്കൻ്റെ അതിൽ കറങ്ങിയിട്ടാണ് ആ ടിമ്പറുമായിട്ട് ഇവിടെ വന്നെന്ന് നമ്മൾ അൺലോഡ് ചെയ്ത് അങ്ങനെ 2 പ്രാവശ്യം ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അത്രയും നമ്മുടെ ജനങ്ങൾക്ക് ലക്ഷദ്വീപുകാർക്കും ഏറ്റവും വലിയൊരു ഉപകാരപ്രദമായ കാര്യമായിരുന്നത്. മറ്റൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. അതനുസരിച്ച് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി ഞാൻ ജോയിൻ ചെയ്ത് അവിടെ പഠിച്ച് അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ് ആയിരുന്നുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ NCCയിൽ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ആർമി NCCയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ കൊല്ലവും ക്രിസ്മസ് ഹോളിഡേയ്സ് പിന്നെ വന്നിട്ട് പൂജാ ഹോളിഡേയ്സെല്ലാം വരുന്ന സമയത്ത് ആ കിട്ടുന്ന എല്ലാ ക്യാമ്പിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നാം സെക്കൻഡ് ഇയർ ഗ്രാജുവേഷന് പോയി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് NCCയിലെ സർട്ടിഫിക്കറ്റും B സെറ്റും C സർട്ടിഫിക്കറ്റും എല്ലാം ഞങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ അൺഡ്രോസറായി നിൽക്കുന്ന സമയത്താണ് പിന്നെ ഓർമ്മ ശരിയെങ്കിൽ 69-70 ഓൾ ഇന്ത്യ ബേസിൽ ഓരോ സ്റ്റേറ്റിനും ഒരു കാൻഡിഡേറ്റ്സ് എന്നുള്ള നിലക്ക് ഇന്ത്യയിൽ അന്ന് 14 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. 14 സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റിൽ ഒരു കാൻഡിഡേറ്റ്. ആ നിലയ്ക്ക് കേരള സ്റ്റേറ്റിലെ സീറ്റ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കിട്ടി. ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെ അതും കിട്ടി. അത് ഡാർജിലിംഗിൽ ഇന്ത്യൻ ആർമിയുടെ ഗൂർഖ റൈഫിൾസ് ബറ്റാലിയൻ്റെ കൂടിയാണ് ആർമി അറ്റാച്ച്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. ആ കോഴ്സിന് പോയി അറ്റൻഡ് ചെയ്ത് ഒരു 1 മന്ത് കോഴ്സ് ഡാർജിലിംഗിലായിരുന്നു ആ കോഴ്സ്. അതിൽ അറ്റൻഡ് ചെയ്ത് അപ്പോൾ 14 സ്റ്റേറ്റിൻ്റെയും 14 കോളേജിലെ കാഡറ്റ്സാണ് ഉള്ളത്. എല്ലാവരും അണ്ടർ ഓഫീസേഴ്സായിരുന്നു. അത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കുള്ളൊരു ആർമിയുടെ എല്ലാ കോഴ്സും അതിൻ്റെ ട്രെയിനിങ്ങും LNG ട്രെയിനിങ്ങും എല്ലാം നമുക്ക് കിട്ടിയതാണ്. LNG കൊണ്ട് ഫയർ ചെയ്യാനുള്ള അവസരവും എല്ലാം കിട്ടി. പിന്നെ ഇന്ത്യയിലെ 14 സ്റ്റേറ്റിലുള്ള ആൾക്കാരെ ആയിട്ട് അത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കാനും പിന്നെ ഈ ഇന്ത്യയിലെ ഫസ്റ്റ് ബറ്റാലിയൻ എന്ന് പറഞ്ഞില്ലേ ഗൂർഖ റൈഫിൾസ് അവരുടെ കൂടെയുള്ള ആ ലൈഫ് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഡിസിപ്ലിൻ ലൈഫായിട്ട് മാറുവാനും കിട്ടി. അതിൻ്റെ ബേസ് പിന്നെ നാം തിരിച്ചു വന്ന് ആർട്സ് കോളേജിൽ തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷനും അപ്ലൈ ചെയ്തിരുന്നത്. അന്ന് അതിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയ. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ആ ബാപ്പയ്ക്ക് നാം ഒറ്റൊരു മോനായത് കൊണ്ട് തന്നെ ബാപ്പ ആ കോഴ്സ് ഇതും പോകണ്ടെന്നില്ല. പക്ഷെ നമുക്ക് എന്നെ മറ്റും വളരെ ആഗ്രഹമുണ്ടാകും. കാരണം ഞാൻ 5 കൊല്ലത്തെ കോളേജ് ലൈഫിൽ ഞാൻ ഒരു 10-20 ക്യാമ്പിലെങ്കിലും ഈ ആർമി NCC സീനിയർ വിങ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് അതാണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തന്നെ ബാപ്പയെ ഒറ്റ മോനായത് കൊണ്ട് ഞങ്ങളിൽ പോകാൻ നിന്നില്ല. ഷോർട്ട് കമ്മീഷൻ്റെ ഇതിൽ സെലക്ഷന് പോകാനില്ലാതെ പിന്നെ പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലാക്കിയതും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറിയ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി എന്ന് പറഞ്ഞാൽ അഫിലിൻ്റെ തൊട്ടടുത്താണ്. അതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കേണ്ടതും അഫിലിയുള്ള ലാൻഡിൽ തന്നെയാണ് പകുതി ഭാഗവും നിൽക്കേണ്ടതും. പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടായിരുന്ന അതിലെല്ലാം എല്ലാം ആക്റ്റീവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് അതിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബംഗാരം വിസിറ്റ് സമയത്ത് അവിടെ കൂടെ അന്ന് ലഗൂണിൽ പോകാനും സ്വിമ്മിങ്ങിനും അവരുടെ ഫിഷിങ്ങിനും എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ നമ്മളെ സീവർത്തായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും കൊണ്ടുപോകാൻ വേണ്ടി അന്നത്തെ ഡയറക്ടർ ഓഫ് ഫിഷറീസ് ജോർജ് വർഗീസ് സാറായിരുന്ന ലൈസൺ ഓഫീസർ. പിന്നെ അന്ന് അദ്ദേഹം അങ്ങനെ തന്നെ അസംഗോയ പിന്നെ കക്കണിപ്പിലെ മുത്തുവ പിന്നെ നമ്മളെ കസാലി ഉണ്ടായിരുന്നു ഫട്രോള കസാലി. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ആ 10 ദിവസത്തെ ഫ്രണ്ടിലും അവരുടെ കൂടെ എല്ലാ കടലിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതും. അതെല്ലാം ജീവിതത്തിൽ വളരെ ഒരു സന്തോഷകരമായ സമയമാണെന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത്. ഇപ്പം എനിക്ക് 79 വയസ്സുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായ ഞങ്ങൾക്ക് ലേശം നടുവിനൊരു അസുഖം വന്ന് തൽക്കാലം നടപ്പാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പോൾ വാക്കറിലോ സ്റ്റിക്കറിലോ നടപ്പാൻ കഴിഞ്ഞ അള്ളാഹു ഇത്രയും കാലം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ച് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
അതേപോലെ വേറൊരു ഇൻസിഡൻറ്റ് കൂടി ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് നമ്മൾ അഗത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു മങ്കുന്നം എന്നൊരു സ്ഥലമുണ്ട്. പലർക്കും അറിയാമായിരിക്കും, ഫിഷർമാർക്കൊക്കെ അറിയുമായിരിക്കും. അവിടെ നമ്മൾ ലക്ഷദ്വീപിലെ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ നാഗാനോട്ടി എന്നുള്ള 2 വലിയ 38 ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടുമായിട്ട് അന്നത്തെ ബോസം അത്ലാക്കോയും കുഞ്ചിക്കോയും അവർ അതുമായിട്ട് പോയി. അവിടെ ഒരു ഏറ്റവും നല്ല ഷാർക്ക് ഫിഷിംഗ് ഗ്രൗണ്ട് അവരാണ് കണ്ടുപിടിച്ചത്. പിന്നെ ആ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസാണ് ആദ്യമായിട്ട് പയോ ഫിഷിങ്ങിന് ബോയ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. ആ മങ്കുന്നിന് ഏറ്റവും തെക്കേ ഭാഗത്താണ്. ഇപ്പം നമുക്ക് അതിന് ആക്യുറേറ്റ് ഡെപ്തും കാര്യം പറഞ്ഞു തരാം കളിയ. എന്നിരുന്നാലും അത് മങ്കുന്ന് മിക്കവാറും എല്ലാ ഫിഷർമാർക്കും ആകത്തിക്കാർക്കും എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. അവിടെയാണ് ആദ്യത്തെ നമ്മൾ പയോ ഫിഷിങ്, ലക്ഷദ്വീപിലെ പയോ ഫിഷിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെയുള്ള നമുക്ക് ഉള്ള ക്യാച്ച് കണ്ടാണ് ടൂണയും ഷാർക്കും പിന്നെ കൂടുതൽ ക്യാച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ഇന്ന് എല്ലാ ഐലൻഡിലും നമ്മൾ ഫിഷർമാർക്ക് ആവശ്യമുള്ള ഈ പയോ ഫിഷിങ്ങിൻ്റെ ബോയ ഇൻസ്റ്റോൾ ചെയ്യുന്നതും ആ ബോയയിൽ നിന്നാണ് ഇന്ന് ഏറ്റവും നല്ല ക്യാച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അത് നമ്മളെ രാഷ്ട്രത്തിനും വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യ അടിയാറ്റുംപേര വലിയ 2 പെൺമക്കളാണ് ഉള്ളത്. എൻ്റെ മൂത്ത മോള് സമീന എന്നും ഇളയ മോള് സായിദ എന്നും. സായിദ ഇവിടെ സെക്രട്ടേറിയറ്റിൽ പേൻ കൗൺസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൂത്ത മോള് ആഷിക്ക് ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അയാൾ ഭാര്യയായിട്ട് ഇവിടെ കവർ തന്നെ ഉണ്ട്. എല്ലാവരും അൽഹംദുലില്ലാ അനുഗ്രഹവും ആയുസ്സും തന്നതിൽ ഏറ്റവും നന്ദി ഉള്ളവരാണ്. അസ്സലാമു അലൈക്കും. കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് കവരത്തി ദ്വീപിലെ ശ്രീ അബൂബക്കർ തിരുവത്തപുര പങ്കുവച്ച അനുഭവങ്ങളും ഓർമ്മകളുമാണ്. മറ്റൊരാളുടെ വിശേഷങ്ങൾക്കായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം. കെടാത്ത കനലുകൾ.